ലൈംഗിക വൈകൃത പിശാച് കയറി പിടിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ നശിക്കും, മറ്റുള്ളവരെയും നശിപ്പിക്കും. മൃഗങ്ങളുമായുള്ള ലൈംഗിക വൃത്തി, സ്വവർഗഭോഗം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഭാര്യയായിട്ടാണെങ്കിൽ ഒത്തിരി ലൈംഗിക വൈകൃതങ്ങളുണ്ട്. ഇത് കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം, അതിനോടുള്ള ആസക്തി കൂടി അവൻ്റെ ജീവിതം നശിപ്പിക്കപ്പെടും. ഈ പിശാച് എപ്പോഴും ലൈംഗികത, ഒരു പെണ്ണിനെ കണ്ടാൽ ഈ ചിന്ത, ഒരാണിനെ കണ്ടാൽ ഈ ചിന്ത, ഇങ്ങനെയുള്ള തിന്മയിലേക്കുള്ള ഭയങ്കരമായ തോന്നലുകൾ, അതുപോലെ തന്നെ ബ്ലൂ ഫിലിം കാണൽ, നഗ്ന ചിത്രങ്ങൾ കാണൽ, ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. ഈ പിശാചിനെ ആരംഭത്തിൽ തന്നെ നമ്മളത് കട്ട് ചെയ്യണം. ഇത് വൈകൃതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സ് പുണ്ണാകാതെ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നയിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ലൈംഗിക വൈകൃതങ്ങളുള്ള മക്കളെ അങ്ങ് രക്ഷിക്കണമേ. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അതിലേക്ക് വീഴുന്ന പ്രവണതയിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ലൈംഗിക പിശാചിനെ നിന്നിൽ നിന്ന് ഞാൻ ആട്ടി ഓടിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രകാശം കൊണ്ട് ഈ മകനെ നിറയ്ക്കണമേ, ഈ മകളെ നിറയ്ക്കണമേ. ദൈവികമായ ചൈതന്യത്തിൽ വളരുവാൻ, നല്ലത് കാണുവാൻ, നല്ലത് കേൾക്കുവാൻ, നല്ലത് അനുഭവിക്കുവാനുള്ള ഭാവനം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.